ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വല്യമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കുറച്ച് മത്തി അച്ചാറിടാൻ പോകുകയെന്ന്. അതിനത് ഞാൻ കുറച്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നാക്കി ഒന്ന് മുറിച്ചെടുത്ത് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ഇനി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് കുഴച്ച് ശരിയാക്കി വെക്കണം ക്ലീൻ ചെയ്തിട്ട്. ഇനി ഇതാ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം ഗ്യാസുമ്മൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി അത് ചൂടായതിന് ശേഷം ഇതാ കുറച്ച് കടുക്, ഉലുവ, ജീരകം എല്ലാം ഇട്ടൊന്ന് നന്നാക്കി വറുത്തെടുക്കണം. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തൊട്ടടുത്തുള്ള വെള്ളേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. ഇനിയൊക്കെ ഒന്ന് നന്നാക്കി വറുത്തെടുക്കണം. മസാല പുരട്ടുന്നത് ഈ വീഡിയോയിൽ പതിഞ്ഞിട്ടില്ല, അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം. ഞാൻ മസാല ഉപ്പും മഞ്ഞളും മുളകും കൂടിയാണ് കുഴച്ച് വെച്ചത് മീൻ ക്ലീൻ ചെയ്തിട്ട്. ഇനി ഇത് നന്നാക്കി ഒന്ന് വറുത്തെടുക്കണം. വലിയ ജീരകമാണ് മീൻ അച്ചാറിടുമ്പം വലിയ ജീരകമാണ് ഇടേണ്ടത്. വലിയ ജീരകവും ഉലുവയും കടുവും കൂടിയാണ് വറുത്തെടുക്കുന്നത്. ഇനി നന്നാക്കി ഒന്ന് വറുത്തെടുക്കണം. ഉലുവ ലേശം കൂടി വേണം, ഉലുവ ലേശം കൂടുതൽ വേണം. ഉലുവയും കായുമാണ് അച്ചാറിന് ടേസ്റ്റ് കിട്ടുക. നന്നാക്കി ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. എല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ഈ വീഡിയോ ഒന്ന് വിജയിപ്പിച്ച് തരണേ. നന്നാക്കി ഒന്ന് വറുത്തെടുക്കണത്. നല്ലോണം ചോന്ന് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി ഒന്ന് നന്നാക്കി പൊടിച്ചെടുക്കണം. നല്ല ചുവപ്പ് വന്നതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് നന്നാക്കി പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഗ്യാസുമ്മേൽ വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കണം. ഇത് പൊടിച്ചവിടെ വെച്ചിട്ട് ഇനി ഗ്യാസ് ഓണാക്കിയത് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് നോൺ സ്റ്റിക്ക് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നാക്കി ചൂടായി വന്നതിന് ശേഷം നമുക്ക് മസാല പുരട്ടി വെച്ച മത്തി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നാക്കി ഒന്ന് പൊരിച്ചെടുക്കണം. എണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. ഒക്കെ ഒന്ന് അതിൽ നന്നാക്കി ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് പൊരിച്ചെടുക്കുക. ഇതിന് ഞാൻ വെറും മുളകും മഞ്ഞളും ഉപ്പും കൂടിയാണ് പുരട്ടി വെച്ചിട്ടുള്ളൂ. ഞാൻ അച്ചാറിൻ്റെ പൊടി ഇടുന്നില്ല. ഞാൻ മുളകും കായപ്പൊടി എല്ലാം ഇട്ടിട്ടാണ് അച്ചാറുണ്ടാക്കുന്നത്. അച്ചാർ പൊടിയായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ നമ്മളെ വീട്ടിലുള്ള സാധനം മാത്രം മതി. പുറമേ ഈ പൊടിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതിലും നല്ലത് ഇങ്ങനെ മുളക് പൊടി ഇട്ട് ഇതാക്കുന്നതാണ്. ഇനിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഒക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം മൊരിഞ്ഞ് വരണം, വേണ്ടായി പോകരുത്. അച്ചാറിടുന്ന മത്തി നന്നായി മൊരിഞ്ഞ് വരണം. മറ്റൊരു പദമായിരിക്കും, വേഗം കേട് വന്നോ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ. ഇതിൽ മസാല പുരട്ടുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. അപ്പാടനെ വെറും മഞ്ഞളും മുളകും മാത്രം കുഴച്ചാൽ മതി. ഇനി നല്ലോണം പൊരിഞ്ഞ് ഒക്കെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട്. അന്നേരം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നാക്കി ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മത്തിയൊക്കെ നല്ലോണം ഉണ്ടല്ലേ, നല്ലോണം കൂടുതലായിട്ടുണ്ട്, നല്ലോണം കിട്ടുന്നുണ്ട്. അതിനെക്കൊണ്ട് എല്ലാവരും ഇതൊന്ന് കുറച്ച് വാങ്ങി ഒന്ന് അച്ചാറിട്ട് വെച്ചാൽ കുറേ കാലം വരെ ഇത് ഇട്ട് നിൽക്കൊന്നും ആവില്ല. നല്ലോണം ഇത് സൂക്ഷിച്ച് വെച്ചാൽ മതി.
ഇനി അതിലേക്കൊരു 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ചെറിയ ടേബിൾ സ്പൂണാണ്. ഞാൻ നല്ലോണം അതിലൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നാക്കി മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ കടുകും പൊടിച്ച് വെച്ച ജീരകവും കൂടിയും പൊടിച്ച് വെച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഇതിൽ കൊടുക്കുക. കുറച്ച് വെച്ചാൽ മീനിനനുസരിച്ച് നമ്മൾ അതിന് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അളവ് ഒന്നും അളക്കുന്നില്ല. ഒരു സുമാറ് നമുക്ക് അറിയുന്ന അത്ര ഇട്ട് കൊടുത്താൽ മതി. അധികം കൂടുതലായി പോകണ്ടെന്നേ ഉള്ളൂ. പാകത്തിന് വേണം. കായപ്പൊടി ലേശം അധികം കൂടുതലായി പോകണ്ട. എല്ലാം ഇട്ടൊന്ന് മിക്സാക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മൊരിഞ്ഞ് വെച്ച മീനിലേക്ക് അത് വാർന്ന് കൊടുക്കുക. അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് നമുക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കണം. അതൊരു 2 സ്പൂണോളം മതി. കൂടുതലായി പോകേണ്ട, അത്രേ വേണ്ടിയുള്ളൂ. ഇനി നന്നാക്കി അതൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചൊരു ഉപ്പും കൂടി ഇടണം. ഒരു സ്പൂൺ ഉപ്പും കൂടി അതിലിട്ട് കൊടുക്കണം. ലേശം ഒന്ന് കുറവാണ്. വിനാഗിരി പോരെങ്കിൽ ലേശം വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. അത് നമ്മളിങ്ങനെ ഇളക്കിയിട്ട് പോരെങ്കിൽ മാത്രമേ ഒഴിക്കാവൂ. ആദ്യം കുറച്ച് എടുത്തിട്ട് ഒരു പാകത്തിലെടുക്കുക. അത് 2 സ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് അച്ചാറ് നാമൽ വെച്ച് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ലേശം കൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ലോൺ അങ്ങനെ ഇളക്കി മിക്സാക്കി എടുക്കണം. ലേശം കൂടി വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ നമ്മൾ അച്ചാർ റെഡിയാവും. 1 സ്പൂണിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇത്രയും മത്തിക്കൊരു 3-4